ഹായ് ഫ്രണ്ട്സ്, മഴത്തോരു തുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമലും ബബിതയും കൂടി ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബബിത വന്ന് ബാലേന്ദ്രൻ്റെയൊക്കെ പറയുന്നുണ്ട്, അച്ഛാ കോളേജിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മറ്റന്നാളാണ് പോകുന്നത്, ഞാനും അവരോട് പൊക്കോട്ടെ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, വേണ്ട, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൂറൊന്നും വേണ്ട, നീ തൽക്കാലം പോകണ്ട എന്നിങ്ങനെ പറയാണ്. ബബിത എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ബാലചന്ദ്രൻ ടൂറിന് പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ബബിത തൻ്റെ കൂട്ടുകാരിയോട് ഈ ട്രിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളെ കൊണ്ട് ബാലേന്ദ്രനെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ ബബിത ഫോൺ കൊണ്ടുവന്ന് ബാലേന്ദ്രൻ്റെ കൊടുക്കുന്നുണ്ട്. അച്ഛാ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൾക്ക് അച്ഛനോട് എന്തോ സംസാരിക്കണമെന്ന്. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ വാങ്ങിച്ച് ഹലോ എന്ന് വെക്കും. അങ്കിളെ, ബബിതയെ ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് വിടണം, എല്ലാവരോടും പോകുമ്പോൾ അവൾ മാത്രം ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, പ്ലീസ് അങ്ങളെ, അവളെ കൂടെ വിടണം എന്നിങ്ങനെ പറയും. എന്നാലും ബാലേന്ദ്രൻ ടൂറിനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ കുത്തി ചോദിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ എല്ലാത്തിനും മറുപടി പറഞ്ഞ് ഒരുവിധം ബബിതയെ ടൂറിന് വിടാൻ വേണ്ടി സമ്മതം കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെ ബബിതയുടെ കൂട്ടുകാരി ഫോൺ വെച്ചതിന് ശേഷം ബാലേന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട്, ടൂറ് പോകുന്നൊക്കെ കൊള്ളാം, ഒറ്റ ദിവസത്തേക്കിനുള്ള ടൂറേ ഉള്ളൂ, മറ്റന്നാൾ രാവിലെ തന്നെ തിരിച്ചെത്തിയിരിക്കണം, അതുമാത്രമല്ല ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തിരിക്കണം. അങ്ങനെ ചില കണ്ടീഷൻസൊക്കെ ബബിതയ്ക്ക് മേലെ ബാലേന്ദ്രൻ വെക്കുന്നുണ്ട്. അങ്ങനെ ബബിത അച്ഛൻ വെച്ച കണ്ടീഷൻസിനൊക്കെ തലയാട്ടിക്കൊണ്ട് ടൂറിന് പോകാൻ സമ്മതം മേടിക്കും. അതിനുശേഷം ബബിത അമലിനെ വിളിക്കുന്നുണ്ട്. ഡാ അമലെ, അച്ഛൻ ടൂർ പോകാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, എന്നാൽ അധികം ദിവസമില്ല, ഒറ്റ ദിവസമേ ഉള്ളൂ, പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചെന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കണം. അതിനെന്താടി, നമുക്കൊരു ദിവസം പോരെ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും വളരെ സന്തോഷത്തിലാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ടൂറിന് പോകാനായി ബബിത വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പോകാൻ നേരം ടൂർ അടിച്ച് പൊളിക്കാൻ വേണ്ടി ബാലേന്ദ്രൻ കുറച്ച് കാശൊക്കെ ബബിതയുടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബബിത നേരെ അമലിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ നിന്ന് അമലും ബബിതയും കൂടി നേരെ പോകുന്ന ഒരു ഹോട്ടലിലേക്കാണ്. അമലിൻ്റെ ഉദ്ദേശം തന്നെ ബബിതയെ എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഹോട്ടൽ ബുക്ക് ചെയ്തതും. അങ്ങനെ അവിടെ വെച്ച് അമൽ ബബിതയുമായിട്ട് റൊമാൻസിലാവുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ബബിത അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോഴൊക്കെ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ, എന്നാണേലും ഞാനല്ലേ ഇതൊക്കെ നിൻ്റെ അടുക്കെ ചെയ്യാനുള്ളൂ, നിന്നെ തന്നെ ഞാൻ തന്നെയല്ലേ വിവാഹം കഴിക്കുന്നത്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്, വിവാഹത്തിന് ശേഷം ചെയ്യുന്നത് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ബബിതയെ കൺവിൻസ് ചെയ്ത് അവൻ്റെ വഴിക്ക് വരുത്തുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം അവർ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന ബബിതയോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല, നിൻ്റെ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ വൈകിട്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നീ എന്താ എടുക്കാഞ്ഞത്? അത് പിന്നെ അച്ഛാ, ഞാൻ ഇന്നലെ നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയി, യാത്രാക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു, രാവിലെ വിളിക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോൾ റേഞ്ചും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതിനുശേഷം അവൾ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. റൂമിൽ ചെന്നതിന് ശേഷം അമലിനെ വിളിക്കുന്നുണ്ട്. കുറേ തവണ വിളിച്ചിട്ടും അമൽ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അമൽ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതാണ് കേട്ടോ. പിന്നീട് അവൾ നിർത്താതെ കുറേ നേരം വിളിച്ചതിന് ശേഷമാണ് അമൽ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ ബബിത ചോദിക്കുന്നുണ്ട്, അല്ല, നീ എന്താടാ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു, എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു. അല്ല, ഇതിനു മുമ്പൊന്നും നിൻ്റെ ഫോൺ സൈലൻ്റ് ആയിട്ടില്ലായിരുന്നല്ലോ, ഞാൻ എപ്പോൾ വിളിച്ചാലും കിട്ടുമായിരുന്നല്ലോ, ഇപ്പം മാത്രമല്ല നിൻ്റെ ഫോൺ പെട്ടെന്ന് സൈലൻ്റ് ആയത്. ദേ ബബിതേ, നീ ഇപ്പം എന്താ വിളിച്ചതെന്ന് വെച്ചാൽ കാര്യം പറ, എനിക്ക് കിടക്കണം, നീ ചുമ്മാ ചലിച്ചുകൊണ്ടിരിക്കാതെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ. ഇത് കേൾക്കുമ്പോൾ തന്നെ ബബിതയ്ക്ക് ആകെപ്പാട് സംശയമാകുന്നുണ്ട്. ഇതിനു മുമ്പൊന്നും ഇവൻ അങ്ങനെ അല്ലായിരുന്നു സംസാരിച്ചത്. ഏകദേശമൊക്കെ കാര്യങ്ങൾ ബബിതയ്ക്ക് നന്നായി മനസ്സിലായി. അവൻ മനഃപൂർവ്വം എന്നെ ചതിക്കായിരുന്നു എന്നുള്ള വിവരമൊക്കെ അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ബബിതയും ദേഷ്യത്തിൽ ഫോൺ കട്ടാക്കുന്നുണ്ട്. ഈ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. മോളെ, നിനക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ? നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ? പെട്ടെന്ന് ബബിത അലീനയോടും ദേഷ്യപ്പെടുന്നുണ്ട്. ഇറങ്ങിപ്പോടി ഇവിടുന്ന്, എന്തെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ എനിക്കറിയാം, നീ ഇതിനകത്തോട്ട് വെറുതെ കയറി വരേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ഇവൾക്കിത് എന്തു പറ്റി? വന്നപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ, സന്തോഷത്തോടു കൂടിയാണല്ലോ വന്നത്, ഇപ്പോൾ ഇവൾക്കിത് എന്തു പറ്റി എന്നൊക്കെ ആലോചിച്ച് അലീനയും അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ 1-2 ആഴ്ചയ്ക്ക് ശേഷം ബബിതയ്ക്കാണ് വല്ലാത്ത ക്ഷീണവും തലകറക്കമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അതേപോലെ പീരിയഡ്സ് ഡേറ്റും തെറ്റി. അതോടുകൂടി ബബിതയ്ക്ക് ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. ഈശ്വര, ഞാനെങ്ങാനും ഇനി പ്രഗ്നൻറ്റും എല്ലാം ആയോ? എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ.
അങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അവൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഇതിൽ അവളൊരു പ്രഗ്നൻസി കിറ്റ് വാങ്ങാനായി ആരും അറിയാതെ തന്നെ വെളിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് അതൊക്കെ വാങ്ങി തിരിച്ചെത്തിയതിന് ശേഷം അവൾ അത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൽ ഡബിൾ ടിക്ക് വീണ് അത് പോസിറ്റീവാണെന്ന് കാണിക്കുന്നുണ്ട്. ബബിത ഗർഭിണിയാണ്. ഇത് കണ്ടപ്പോൾ അവൾ ആകെപ്പാടെ ഷോക്കാവുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ എന്നെ കൊല്ലും. ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്. അവൾ ആകെപ്പാടെ പൊട്ടിക്കരയുന്നുണ്ട്. കുറേ നേരം കരഞ്ഞതിന് ശേഷം അവൾ ഇക്കാര്യം വിളിച്ച് അമലിനെ അറിയിക്കുന്നുണ്ട്. ഡാ അമലെ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഇത് കേട്ടതും അമൽ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ എന്താ? അപ്പോൾ തന്നെ അമൽ തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. നിനക്കെന്താടി അത് എൻ്റെ കുഞ്ഞാണെന്ന് ഇത്ര ഉറപ്പുള്ളത്? നീ എത്ര ആൺപിള്ളേരോടെ കഴിഞ്ഞിട്ടുള്ളതാണ്? അതിലേതെങ്കിലും ഒരുത്തൻ്റെ കുഞ്ഞായിരിക്കും. വെറുതെ അതൊന്നും കൊണ്ടുവന്ന് എൻ്റെ തലയിൽ വെക്കാൻ നീ നോക്കണ്ട. ഇത് കേട്ട് ആകെ ഷോക്കിൽ ബബിത ചോദിക്കുന്നുണ്ട്. അമലെ, നീ എന്തൊക്കെയായി പറയുന്നത്? നീ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞല്ലേ എന്നെക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചത്? എന്നിട്ടിപ്പോൾ കൈ ഒഴിയുകയാണോ? എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് ആരുടേതാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അമൽ പറയുന്നുണ്ട്. നിർത്തടി, കണ്ടവന്മാരുടെ കൂടെ പോയി അഴിഞ്ഞാടിയിട്ട് അതിൻ്റെ വിഴുപ്പുകൊണ്ടും എൻ്റെ തലയിൽ വെക്കാൻ നീ നോക്കുന്നോ? മര്യാദയ്ക്കിരുന്നോ? ഞാൻ വിളിച്ചപ്പോൾ നീ ഇറങ്ങി വന്നതുപോലെ ഏതൊക്കെയവന്മാർ വിളിച്ചപ്പോൾ നീ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. ആർക്കറിയാം? അല്ല, ഇനിയിപ്പോൾ അത് എൻ്റെ കുഞ്ഞ് തന്നെയാണെങ്കിലും അത് എൻ്റേതാണെന്ന് തെളിയിക്കാൻ നിൻ്റെ ഈ വല്ല തെളിവുമുണ്ടോ? ഉണ്ടെങ്കിൽ പറയടി എന്നൊക്കെ പറഞ്ഞ് അമൽ ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബബിത പറയുന്നുണ്ട്. എടാ, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? നീ എന്നോടിങ്ങനെ ചെയ്യരുതായിരുന്നു. വെച്ചിട്ട് പോടി. നീ ആദ്യം നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ തന്ത ആരാന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ ഫോൺ വെച്ചിട്ട് അവിടുന്ന് പോകും. ഇതോടെ കഴിയുമ്പോഴത്തേനും ബബിത ആകപ്പാടെ കരച്ചിലാണ്. തലയൊക്കെ തന്നെത്താൻ ഇടിച്ചൊക്കെ കരയുന്നുണ്ട്. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇനി എൻ്റെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? അച്ഛൻ്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരിയായില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഈ സമയത്ത് കുറേ നേരമായാലോ ബബിതയെ താഴെ കണ്ടിട്ട് എന്നുള്ള രീതിയിൽ അനീന റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മുകളിൽ റൂമിൽ ചെന്ന് കുറേ സമയം ബബിതയുടെ റൂമിന് മുകളിൽ തട്ടുന്നുണ്ടെങ്കിലും ബബിത ഡോർ തുറക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ദേഷ്യപ്പെട്ട് ശക്തിക്ക് ഇടിക്കുന്ന കാണുമ്പോഴത്തേനും ബബിത കരഞ്ഞ് കലങ്ങിയ കണ്ണോടുകൂടി വന്ന് ഡോർ തുറക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എന്തോ പന്തുകേട് തോന്നി അലീന ചോദിക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ പറ്റിയത്? നീ എന്തിനീ കരയുന്നത്? അപ്പോൾ ബബിത ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്. നിനക്ക് എന്താടി വേണ്ടത്? നീ നിൻ്റെ കാര്യം നോക്കിപ്പോ. മനുഷ്യന് സ്വസ്ഥതയും സമാധാനം തരികയില്ല, നാശം പിടിച്ചത് എന്നും പറഞ്ഞ് ശക്തിയിൽ ഡോറടിച്ച് അവൾ അകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ തിരികെ താഴേക്ക് വന്ന അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്. മോളെ, എൻ്റെ ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണ്. മോളൊന്ന് പോയി ചോദിച്ചു നോക്ക്. ഇന്ന് കോളേജിലും പോകുന്നില്ല, ആഹാരം വേണ്ട, ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. നീ എന്താണെന്ന് മോളൊന്ന് ചോദിച്ചു നോക്ക്. മോളോടെങ്കിലും ചേച്ചി പറഞ്ഞാലോ? നല്ല കാര്യമായി. ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ ചേച്ചിയെ വഴക്ക് പറഞ്ഞ് ഓടിച്ചതുപോലെ എന്നെയും വഴക്ക് പറഞ്ഞ് ഓടിക്കും. വെറുതെ എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോയി ചേച്ചിയുടെ വഴക്ക് കേൾക്കുന്നത്? അലീനേച്ചി അച്ഛനോടെങ്ങാനും പറഞ്ഞു നോക്ക്. അച്ഛൻ പോയി ചോദിക്കട്ടെ എന്നാ പ്രശ്നമെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ബബിത തൻ്റെ കൂട്ടുകാരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അവൻ എന്നെ ചതിക്കുമായിരുന്നു. എൻ്റെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞ് വളരുകയാണ്. അപ്പോൾ കൂട്ടുകാരി പറയും, നീ വിഷമിക്കേണ്ട. എന്തായാലും അവനിത് ഏക്കുകയില്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കളയാം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം, നീയും അങ്ങോട്ടേക്ക് വാ. നമുക്കിതിനെ അബോർട്ട് ചെയ്ത് കളയാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ബബിതയും ഒരുങ്ങി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ കുറേ കൂട്ടുകാരികളുമായിട്ട് ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടറോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇന്നപോലെ താൻ ഗർഭിണിയാണെന്നും അത് അബോർട്ട് ചെയ്ത് കളയുന്നതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ഡോക്ടർ പറയും, ഇത് നടപ്പിലാകുന്ന കാര്യമല്ല. ഇപ്പോഴത്തെ നിയമം വളരെ സ്ട്രിക്റ്റാണ്. ഒരു കുഞ്ഞിനെയും അബോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തൽക്കാലം മോൾ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരാണോ ഇതിൻ്റെ അവകാശി അയാളുമായിട്ടുള്ള വിവാഹം നടത്താൻ നോക്ക്. അല്ലാതെ ഈ കുഞ്ഞിനെ കളയണ്ട. ഒരു ജീവൻ കളയാൻ എളുപ്പമാണ്, അത് നേടിയെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഈ ഒരു ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് അവളെ ഒഴിവാക്കി വിടുന്നുണ്ട് ഡോക്ടർ. അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിസ്സഹായ അവസ്ഥയിൽ അവൾ തിരികെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് അലീന ബബിതയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവളെ കാണുന്നില്ല. അല്ല, ഇവളിതെവിടെ പോയി? ഈ ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇട്ടേക്കുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞ് അവളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവൾ അടുക്കി നല്ല വൃത്തിക്ക് വെക്കുകയാണ്. ഈ സമയത്ത് ബാസ്ക്കറ്റിനുള്ളിൽ നിന്ന് ആ പ്രഗ്നൻസി കിറ്റ് കിട്ടുകയാണ്. അവളതെടുത്ത് നോക്കുമ്പോൾ തന്നെ അവളൊന്ന് ഞെട്ടുന്നുണ്ട്. ദൈവമേ, ബബിതയ്ക്കപ്പോൾ അവൾ വെറുതെയല്ല ഞങ്ങളെല്ലാം ആട്ടിപ്പായിച്ചുകൊണ്ടിരുന്നത്. അവൾ ചതിക്കപ്പെട്ടെന്നാണ് തോന്നുന്നത്.
ഇത് കണ്ട് ആകെ സങ്കടം സഹിക്കാൻ വയ്യാതെ അവളിരുന്ന് പൊട്ടിക്കരയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ബബിത കയറി വരുന്നത്. ബബിത കയറി വരുമ്പോൾ തന്നെ അലീനയിടയിൽ പ്രഗ്നൻസി കിറ്റിരിക്കുന്ന കാണുമ്പോഴേ അവളും ആകെ തകർന്നു പോകുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നിനക്ക് സംഭവിച്ചത്? നിന്നെ ആരാ ചതിച്ചത്? പെട്ടെന്ന് തന്നെ ബബിത കരഞ്ഞുകൊണ്ട് അലീനയുടെ കാലിൽ വീഴുന്നുണ്ട്. ചേച്ചി, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എനിക്ക് ജീവിച്ചിരിക്കാനുള്ള ഒരു അർഹതയുമില്ല. ഞാൻ നശിച്ചുപോയി. അന്നിവിടെ വന്നില്ലേ അമൽ, അവനാണ് ഇതിന് ഉത്തരവാദി. എന്നാൽ അവനിപ്പോൾ കൈയൊഴിയാണ്. ഒന്നിനും അവൻ കൂടെ നിൽക്കുന്നില്ല. അലീനെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. മോളിങ്ങ് എഴുന്നേറ്റ് വാ. എന്തിനാ കരയുന്നേ? എന്തായാലും നിനക്ക് അബദ്ധം പറ്റി. എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കണ്ടുപിടിക്കാം. ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞുള്ള അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? അയ്യോ ചേച്ചി, ഒരിക്കലും അച്ഛൻ അറിയരുത്. ഇല്ല മോളെ, അച്ഛനൊന്നും അറിയില്ല. ഞാൻ ആരൊരിക്കലും പറയില്ല. നമുക്കിത് സോൾവ് ചെയ്യാം. മോള് ധൈര്യമായിട്ടിരിക്കുക. നീ ഒരിക്കലും തകർന്നു പോകരുത്. ജീവിതം അവസാനിക്കുന്നതിനെ പറ്റി നീ ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്തായാലും മോള് പോയൊന്ന് റെഡിയായിട്ട് വാ. നമുക്ക് പുറത്ത് പോയിട്ട് വരാം. എങ്ങോട്ടാ ചേച്ചി? അതൊക്കെ പറയാം. എന്തായാലും മോള് പെട്ടെന്ന് റെഡിയായിട്ട് വാ. അങ്ങനെ ബബിത റെഡിയായി അലീനയുടെ കൂടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അലീന ബബിതയും കൂട്ടി ഒരു ഡോക്ടറിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ഡോക്ടറും അബോർഷന് വേണ്ടി വിസമ്മതിക്കുകയാണ്. എന്നാൽ അലീന ഡോക്ടറെ കാലെ വീഴുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇത് ചെയ്തു തരണം. ഞങ്ങൾക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. ഇതൊക്കെ എൻ്റെ വീട്ടിലറിഞ്ഞ് എൻ്റെ അനിയത്തി പിന്നെ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞ് ആ ഡോക്ടർ കാലെ വീഴുകയാണ്. ഇതൊക്കെ കണ്ട് ബബിതയ്ക്കാണെങ്കിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. എന്തോരം ഞാൻ തള്ളിപ്പറഞ്ഞിരിക്കുന്ന അലീന ചേച്ചിയെ ഉപദ്രവിച്ചിരിക്കുന്നു. എന്നാൽ എന്നെ ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ ചേച്ചി മാത്രമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ കാല് വരൽ വീഴുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ബബിതയും കരയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവസാനം ഡോക്ടർ അബോർഷനാകാൻ വേണ്ടിയിട്ട് ഒരു ഗുളിക എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഗുളിക കഴിച്ചതിന് ശേഷം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ബബിത അബോർഷനായി പോകുന്നുണ്ട്. അതോടുകൂടി ബബിതയുടെ വലിയൊരു ടെൻഷൻ തന്നെ മാറിക്കിട്ടുന്നുണ്ട്. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം ബബിത അലീനയും കൂട്ടി വെളിയിലേക്ക് പോകുന്നുണ്ട്. പോയി ആ ചെറിയ ചില കറക്കങ്ങൾക്കൊക്കെ ശേഷം ബബിതയും അലീനയും കൂടെ ഒന്നിച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറി വരികയാണ്. അത് സന്തോഷത്തോടെ. ഇത് കാണുമ്പോൾ കൃഷ്ണമോള് അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാനിത് എന്തൊക്കെയായി കാണുന്നത്? ബബിത ചേച്ചിയും അലീന ചേച്ചിയും ഒന്നിച്ച് പുറത്തു പോയിട്ട് വരുന്നു. നിങ്ങളിപ്പോൾ കൂട്ടായോ? അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അല്ല അതെന്താടി, ഞാനും അലീന ചേച്ചിയുടെ കൂട്ടായ നിനക്ക് എന്തെങ്കിലും കുശുമ്പുണ്ടോ? ഏയ് എനിക്കെന്ത് കുശുമ്പ്? എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ കൃഷ്ണമോള് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയുകയാണ്, എടി കൃഷ്ണമോളെ, ഞാൻ ഈ ചേച്ചിയെ മനസ്സിലാക്കാൻ കുറച്ചങ്ങ് വൈകിപ്പോയി. അത്രേ ഉള്ളൂ. ഇനി മുതൽ അലീന ചേച്ചി എൻ്റെയും കൂടെ ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് ബബിത അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം ബബിത വൈജയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ വൈജ ബബിതയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ കുറച്ച് ദിവസമായിട്ട് എവിടെയായിരുന്നു? ഇങ്ങോട്ടൊന്നും കാണുന്നില്ലായിരുന്നല്ലോ. ഹലോ അമ്മേ, അത് പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ചെറിയ വയറുവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അലീന ചേച്ചിയും കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് പോയി. നീ എന്താ പറഞ്ഞത്? അലീന ചേച്ചിയോ? അവൾ എന്നു മുതലടി നിനക്ക് ചേച്ചിയായത്? എന്നെക്കാട്ടിൽ മൂത്തതല്ലേ അമ്മേ. അപ്പം പിന്നെ ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഓ, അവളിപ്പം നിന്നെയും വശത്താക്കിയല്ലേ. ഈ അമ്മ ഞാനിങ്ങനെ കിടക്കുന്നതിന് കാരണം തന്നെ അവൾ ഒറ്റയൊരുത്തിയാണ്. അമ്മ എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അന്ന് അമ്മ വാശി പിടിച്ച് കാറും കൊണ്ട് പോയത് കൊണ്ടല്ലേ ഈ അപകടം ഉണ്ടായത്. അല്ലാതെ അലീന ചേച്ചി എന്ത് ചെയ്തിട്ടാ? ഇനിയെങ്കിലും അമ്മ ആ പാവത്തിനെ ഒന്ന് വെറുതെ വിട്. അലീന ചേച്ചി എന്ത് കാര്യമായിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നത് എന്നൊക്കെ ബബിത പറയുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഓ നീയൊക്കെ അവളുടെ പക്ഷം ചേർന്നോ? എല്ലാവരും അച്ഛനെ ഒപ്പം നിന്നു. ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം ഇതൊക്കെ. ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റോട്ടെ, അതോട് തീരും അവളുടെ ഇവിടുത്തെ താമസം. ഓ, ഈ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മയ്ക്ക് നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയത്തില്ല. എന്തായാലും ഞാൻ പോവുക എന്ന് പറഞ്ഞ് ബബിത അവിടെ നിന്ന് പോവുകയാണ്. ബബിത പോയതിന് ശേഷം വൈജ പറയുന്നുണ്ട്, അവള് എൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം എന്നിൽ നിന്ന് അകറ്റുകയാണ്. അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ സ്വയമേ പറയുകയാണ്. അവിടെ നിന്ന് വന്ന ബബിത വൈജയെ